മലയാള സിനിമയിൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമകളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ചിത്രത്തിന്റെ പേര് എഴുതി ചേർക്കപ്പെട്ടു കഴിഞ്ഞു. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തോളം അടുപ്പിച്ച് 2018 എന്ന സിനിമ തലയെടുപ്പോടെ കൈയടക്കിയിരുന്ന റെക്കോർഡാണ് മഞ്ഞുമ്മൽ ബോയ്സ് തകർത്തിരിക്കുന്നത്. 175 കോടിയാണ് 2018 കളക്ഷൻ. മഞ്ഞുമ്മൽ ഇതുവരെ നേടിയിരിക്കുന്നത് 176 കോടിയാണെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഔദ്യോഗിക വിവരത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ 21 ദിവസം കൊണ്ടാണ് മഞ്ഞുമ്മൽ ബോയ്സ് മലയാളത്തിലെ എക്കാലത്തെയും ഉയർന്ന ഗ്രോസറായി മാറിയിരിക്കുന്നത്. പുലിമുരുകൻ, ലൂസിഫർ, പ്രേമലു എന്നീ ചിത്രങ്ങളാണ് ടോപ്പ് 5-ൽ ഉള്ള മികച്ച കളക്ഷൻ നേടിയ സിനിമകൾ. ഫെബ്രുവരി 22-നായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് റിലീസ് ചെയ്തത്. ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം സംവിധാനം ചെയ്തത് ചിദംബരമാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ വൻ ജനപ്രിയത നേടിയ ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂറും 15 മിനിറ്റുമാണ്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി ലാൽ ജൂനിയർ, ചന്തു സലീംകുമാർ, അഭിരാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൽ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പറവ ഫിലിംസും ശ്രീ ഗോകുലം മൂവീസും ചേർന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച ഈ ചിത്രം ബാബു ഷാഹിർ, സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത്. അതേസമയം ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ റിലീസ് ചെയ്യുമെന്ന തരത്തിൽ അനൗദ്യോഗിക വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്തേക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട ഏവർക്കും നന്ദി.